അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ അമേരിക്കയിൽ നിന്ന് തിരിച്ചയക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് ട്രംപ്. ഇത്തരത്തിൽ തിരിച്ചയക്കാനുള്ള 18,000 അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരുടെ ആദ്യഘട്ട പട്ടിക US തയ്യാറാക്കിയിട്ടുമുണ്ട്. എന്നാൽ ഇത് തൽക്കാലം പുറത്തുവിട്ട പട്ടിക മാത്രമാണെന്നും യഥാർത്ഥ കണക്ക് കേന്ദ്ര സർക്കാർ മറച്ചുവെച്ചിരിക്കുകയാണെന്നുമാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 7.25 ലക്ഷമാണ് US-ലുള്ള ഇന്ത്യക്കാരായ അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണമെന്നാണ് പ്രമുഖ അമേരിക്കൻ ഗവേഷണ സ്ഥാപനമായ പ്യൂ റിസർച്ച് സെന്റർ ഉൾപ്പെടെയുള്ളവ പുറത്തുവിട്ട കണക്കുകളിലുള്ളത്. അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക തിരിച്ചയക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്താൻ ചേർന്ന പാർലമെന്ററി വിദേശകാര്യ മന്ത്രാലയ യോഗത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയും രാജ്യസഭാ അംഗവുമായ രാജീവ് ശുക്ല പറയുന്നതും US-ൽ 7.25 ലക്ഷം അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുണ്ടെന്നാണ്. അവരെ US തിരിച്ചയക്കാൻ ഒരുങ്ങുകയാണെന്ന് ശുക്ല വ്യക്തമാക്കുന്നുണ്ട്. യോഗത്തിലെ ചർച്ചകളിൽ നിന്നാണ് തനിക്ക് ഇക്കാര്യം മനസ്സിലായതെന്നും ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ ഉപാധ്യക്ഷൻ കൂടിയായ ശുക്ല പറയുന്നു. വാഷിംഗ്ടൺ DC ആസ്ഥാനമായുള്ളതും പക്ഷപാതരഹിത പ്രവർത്തിക്കുന്നതുമായ പ്യൂ റിസർച്ച് സെന്റർ US-ലെ സാമൂഹിക പ്രശ്നങ്ങൾ, പൊതുജനാഭിപ്രായം, യുണൈറ്റഡ് സ്റ്റേറ്റിന്റെയും ലോകത്തെ രൂപപ്പെടുത്തുന്ന ജനസംഖ്യാപരമായ പ്രവണതകൾ എന്നിവയെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന സ്ഥാപനമാണ്. പ്യൂ 2016 പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 2009 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ അമേരിക്കയിലെ അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ എണ്ണം ഏകദേശം 1,30,000 ആയിരുന്നു. എന്നാൽ 2016ഓടെ ഇത് 5 ലക്ഷമായി ഉയർന്നുവെന്ന് പ്യൂ പറയുന്നു. 2014 നരേന്ദ്രമോദി രാജ്യത്ത് അധികാരത്തിലേറിയതിനു പിന്നാലെ ഇന്ത്യയിൽ ജീവിത സുഖസൗകര്യങ്ങൾ മെച്ചപ്പെട്ടതാവാം രാജ്യത്ത് നിന്ന് കുടിയേറ്റം നടത്തുന്നവരുടെ എണ്ണം കൂടാൻ കാരണമെന്ന് അനുമാനിക്കാം. 2022 പ്യൂ കണക്കുകൾ പ്രകാരം അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരിലെ ഏകദേശം 16% പേര് ഇന്ത്യക്കാരാണ്. 2024ഓടെ ഏകദേശം അമേരിക്കയിൽ അനധികൃതമായി താമസിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം 7,25,000 വരെ ആകാമെന്നാണ് പ്യൂ റിസർച്ചിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ചൊവ്വാഴ്ച ചേർന്ന പാർലമെന്റിന്റെ വിദേശകാര്യ മന്ത്രാലയ സമിതി യോഗത്തിൽ പങ്കെടുത്ത രാജീവ് ശുക്ല പറയുന്നത് മറ്റൊന്നല്ല. ഇന്ന് ഞാൻ പാർലമെന്റിലെ വിദേശകാര്യ മന്ത്രാലയ യോഗത്തിൽ പങ്കെടുത്തു. 7.25 ലക്ഷം ഇന്ത്യക്കാരെ നിയമവിരുദ്ധമെന്ന് പറഞ്ഞ് അമേരിക്ക തിരിച്ചയക്കാൻ പോകുന്നു എന്നാണ് അവിടെ നിന്ന് മനസ്സിലാക്കിയത്. ഈ ലക്ഷക്കണക്കിന് ആളുകൾ വർഷങ്ങളായി അവിടെ താമസിക്കുന്നവരാണ്. അവരവിടെ നന്നായി സമ്പാദിക്കുന്നുമുണ്ട്. അമേരിക്ക തിരിച്ചയച്ച അനധികൃത കുടിയേറ്റക്കാരുടെ ആദ്യ സംഘം ബുധനാഴ്ച പഞ്ചാബിലെ അമൃത്സർ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. അമേരിക്കയിലെ ടെക്സാസിൽ നിന്ന് പുറപ്പെട്ട US വ്യോമസേന വിമാനം ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് പഞ്ചാബിലേക്ക് എത്തിയത്. ഗുജറാത്ത്, ഹരിയാന സ്വദേശികളാണ് നാടുകടത്തപ്പെട്ടവരിൽ കൂടുതലും. ഗുജറാത്ത് 33, ഹരിയാന 33, പഞ്ചാബ് 30, ഉത്തർപ്രദേശ് 3, മഹാരാഷ്ട്ര 3, ഛത്തീസ്ഗഡ് 2 എന്നിങ്ങനെയാണ് സംസ്ഥാനം തിരിച്ചിട്ടുള്ള കണക്ക്. ഇവരിൽ 75 പുരുഷന്മാരും 25 സ്ത്രീകളും ഉൾപ്പെടും. ഇതിൽ 12 പേര് പ്രായപൂർത്തിയാകാത്തവരാണ്. കൂടാതെ 48 പേര് 25 വയസ്സിന് താഴെ പ്രായമുള്ളവരാണ്. ഗുജറാത്തിൽ നിന്നുള്ള 4 വയസ്സുകാരനാണ് ആദ്യ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആള്. ഇന്ത്യൻ എംബസി വഴി പൗരത്വം ഉറപ്പാക്കിയ ശേഷം ഇവരെ ഇന്ത്യയിലേക്ക് കയറ്റിവിട്ടത്. 1,100 ഇന്ത്യക്കാരെ കഴിഞ്ഞ വർഷം അമേരിക്ക തിരിച്ചയച്ചിരുന്നുവെങ്കിലും ചരിത്രത്തിൽ അത് ആദ്യമായാണ് സൈനിക വിമാനത്തിലെ അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നത്.